ഹായ് ബച്ചോ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഉറുദുവിലെ ആദ്യ 6 അക്ഷരങ്ങൾ പഠിച്ചു. ഇന്ന് നമ്മൾ 7 അക്ഷരങ്ങൾ പഠിക്കും. എഴുതാനും വായിക്കാനും പഠിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നേരിട്ട് അക്ഷരങ്ങളിലേക്ക് പോകാം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, കഴിഞ്ഞ ക്ലാസ്സിൽ അലിഫ്, ബേ, പേ, തേ, ടേ, ഫേ എന്നിങ്ങനെ 6 അക്ഷരങ്ങളാണ് നമ്മൾ പഠിച്ചത്. ശേഷം വരുന്ന അക്ഷരം ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ? നോക്കൂ, ജീം. അലിഫ്, ബേ, പേ, തേ, ടേ, ഫേ, ജീം. ജീം എങ്ങനെ എഴുതുന്നത് ഒന്ന് ശ്രദ്ധിക്കൂ. ജീം കൊണ്ടുള്ള ഒരു വാക്ക് നോക്കൂ, ജീപ്പ്. നിങ്ങൾക്കറിയാവുന്നതാണ് ജീപ്പ്. മലയാളത്തിലും നമ്മൾ അത് തന്നെയാണ് പറയാറുള്ളത്. അടുത്ത അക്ഷരം നോക്കൂ, ചേ. ജീം എന്നതിന് ശേഷം ചേ. 3 പുള്ളിയുണ്ട് താഴെ, ശ്രദ്ധിക്കണേ. ചേ എഴുതുന്നത് എങ്ങനെ നോക്കൂ. ചേ കൊണ്ടുള്ള ഒരു വാക്ക് ശ്രദ്ധിച്ചാലും, ചമ്പ. ചെമ്പ, ചെമ്പകം. അതും നമുക്ക് പരിചയമുള്ളതാണ്. ശേഷം വരുന്ന അക്ഷരം നോക്കൂ, ഹേ. ഹേ ഹേ എഴുതുന്നത് നോക്കിക്കോളൂ. ഹേ കൊണ്ടുള്ള ഒരു വാക്ക് ശ്രദ്ധിച്ചാലും, ഹൽവ. ഹൽവ. മലയാളത്തിലും നമ്മൾ ഹൽവ തന്നെയാണ് പറയാറുള്ളത്. അപ്പോൾ ഉറുദുവും അതേ പദം തന്നെയാണ് അല്ലേ? അടുത്ത അക്ഷരം നോക്കൂ, ഹേ. മലയാളത്തിൽ ഖേ എന്ന് എഴുതിയാലും ഉച്ചാരണം ശ്രദ്ധിച്ചു നോക്കൂ, ഹേ. ഹേ. ഇനി എഴുതുന്നത് ശ്രദ്ധിക്കൂ. ഹേ കൊണ്ടുള്ള ഒരു വാക്ക്, ഖാലി. വായിക്കുമ്പോൾ ശ്രദ്ധിക്കണേ, ഖാലി. ഖാലി എന്ന് പറഞ്ഞാൽ ഖാലി, ഒഴിഞ്ഞത് എന്നർത്ഥം നമ്മൾ പറയാറില്ലേ? ഖാലി എന്ന വാക്ക് നമ്മൾ പലപ്പോഴും ഉപയോഗിക്കാറുണ്ട്. അതാണ് ഉറുദുവിലെ ഖാലി. അടുത്ത അക്ഷരം ശ്രദ്ധിച്ചു നോക്കൂ, ദാൽ. ദാൽ. ദാൽ എങ്ങനെ എഴുതുന്നത് നോക്കൂ. ദാൽ കൊണ്ട് തുടങ്ങുന്ന ഈ പദം നോക്കൂ, നിങ്ങൾക്ക് പരിചയമുള്ളത് തന്നെയാവും. ദോ. ദോ. മലയാളത്തിൽ അർത്ഥം 2 പഠിച്ചതായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഏക്, ദോ, തീൻ, ചാർ, പാഞ്ച് ഇങ്ങനെ അക്കങ്ങൾ നിങ്ങൾ കണ്ടിട്ടില്ലേ, കേട്ടിട്ടില്ലേ? അതിലെ ദോ, ദാല് കൊണ്ട് തുടങ്ങുന്ന പദമാണിത്. അടുത്ത അക്ഷരം നോക്കൂ, പരിചയമില്ലേ? എങ്ങനെ വായിക്കാന്നറിയുമോ? ഡാൽ.
ഡാൽ. ദാൽ എഴുതുന്നു. അതിൻ്റെ മുകളിൽ ഒരു ചെറിയ ത്വ വരക്കുന്നു. ദാൽ എഴുതുന്നു. അതിൻ്റെ മുകളിൽ ഒരു ചെറിയ ത്വ വരക്കുന്നു. പ്രയാസമില്ല അല്ലേ? ഇനി അതിലെ ഒരു വാക്ക് നോക്കൂ. ഡാൽ കൊണ്ട് തുടങ്ങുന്ന ഒരു വാക്ക്. ഡാക്ടർ. എങ്ങനെ വായിക്കും? ഡാക്ടർ. ഇംഗ്ലീഷിൽ ഡോക്ടർ. അടുത്ത അക്ഷരം നോക്കിക്കോളൂ. പരിചയമുണ്ടല്ലോ അല്ലേ? സാൽ. സാൽ. ദാല് നമ്മൾ പഠിച്ചു, ഡാല് പഠിച്ചു. ദാലിൻ്റെ മുകളിൽ പുള്ളിയിടുന്നു. സാൽ. മലയാളത്തിൽ സാൽ എന്നേ എഴുതാൻ പറ്റൂ. പക്ഷെ ഉറുദുവിൽ ഉച്ചാരണം ശ്രദ്ധിക്കൂ. എഴുതുന്നത് ശ്രദ്ധിച്ചു നോക്കൂ. ഇനി നമുക്ക് സാല് കൊണ്ടുള്ളൊരു വാക്ക് ശ്രദ്ധിച്ചാലോ? സിക്കർ. സിക്കർ. അർത്ഥം എങ്ങനെയാണ്? സ്മരണ, ഓർമ്മ, ചിന്ത, ഇതൊക്കെ നമുക്ക് പറയാം അല്ലേ? സിക്കർ കേട്ടിട്ടുണ്ടാവും എല്ലാവരും. ശരി, ഇന്ന് നമ്മൾ 7 അക്ഷരങ്ങളാണ് പഠിച്ചത്. ജീം, ചേ, ഹേ, ഹേ, ദാൽ, ഡാൽ, സാൽ. അതെ, ഇനി നമുക്ക് നമ്മുടെ നോട്ട് പുസ്തകത്തിലേക്ക് എഴുതണം. ഇത് വരയുള്ള നോട്ട് പുസ്തകത്തിലാണെങ്കിൽ എഴുതേണ്ടത് എങ്ങനെയാണ്? ആദ്യം ജീം, ചേ, ഹേ, ഹേ അല്പം ദൂരെയായി എഴുതണം. പുതിയ പേജെടുത്ത് മുകളിലെ വരിയിൽ എഴുതണം. ശേഷം അത് തന്നെ താഴേക്ക് അതുപോലെ പകർത്തി എഴുതുക. ഈ അടുത്ത 3 അക്ഷരം ഏതായിരുന്നു? അത് എഴുതിയത് നോക്കൂ. അതെ, നമ്മുടെ നോട്ട് പുസ്തകം എടുത്ത് അടുത്ത പേജിൽ ദാൽ, ഡാൽ, സാൽ എഴുതി നോക്കൂ. ശരി, ഇത് താഴേക്ക് എഴുതാമല്ലോ. അതെ, ഇന്നെടുത്ത 7 അക്ഷരങ്ങളും വൃത്തിയായി 2 പേജിലായിട്ട് എഴുതണേ. ഹായ് ബച്ചോ, ഇന്ന് നമ്മൾ 7 അക്ഷരങ്ങൾ പഠിച്ചു. എഴുതാനും വായിക്കാനും പഠിച്ചു. ബാക്കിയുള്ള അക്ഷരങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ശുക്രിയ. ഖുദാ ഹാഫിസ്.